നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ റയൽ മാഡ്രിഡിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് ആഴ്സണൽ. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ അവർ റയലിന് മേൽ വിജയം കുറിച്ചിരിക്കുന്നത്. 2 കിടിലൻ ഫ്രീ കിക്ക് ഗോളുകൾ. ഡെക്ലാൻ റൈസ് വിസ്മയിപ്പിച്ച രാത്രി. ഒപ്പം മെറിനയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമിത അവർ സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യ പകുതിയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് റയൽ മാഡ്രിഡ് താരങ്ങളും കോച്ചുമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് കളി മുറുകിയപ്പോൾ രണ്ടാം പകുതിയിൽ അവർ കളി കൈവിട്ടു എന്നതാണ് യാഥാർത്ഥ്യം. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയറും കിലിൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഒക്കെ അണിനിരന്നിരുന്നു റയലിനായിട്ട്. പക്ഷേ ഒരു ഗോൾ പോലും വന്നില്ലല്ലോ. മറുഭാഗത്ത് മാർട്ടിനെല്ലിയും മെറിനോയും ബുക്കായോ സാക്കയും ചേർന്നുകൊണ്ടാണ് ആഴ്സണലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ ഗോളുകൾ വീഴാതിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 58-ാമത്തെ മിനിറ്റിൽ ഡെക്ലാൻ റൈസ് തൻ്റെ മാജിക് പുറത്തെടുത്തു. കിടിലൻ ഫ്രീ കിക്ക് ഗോൾ. അതിനുശേഷം 70-ാമത്തെ മിനിറ്റിൽ അത് ആവർത്തിക്കുന്നു. അൺബിലീവബിൾ ആയിട്ടുള്ള 2 ഫ്രീ കിക്ക് ഗോളുകൾ. അതും സാക്ഷാൽ റോബർട്ടോ കാർലോസിനെ അനുസ്മരിപ്പിക്കുന്ന വിധം അദ്ദേഹത്തിൻ്റെ മുൻ ടീമിനെതിരെ ഈ ഗോൾ നേടുമ്പോൾ തീർച്ചയായിട്ടും ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു. ഈവൻ കളിക്കളത്തിൽ താരങ്ങൾ പോലും ഒഡേഗാർഡും സാലിബയും ഒക്കെ ആ റിയാക്ഷൻ കണ്ടില്ല, ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട്. അങ്ങനെ വിസ്മയിപ്പിക്കുന്ന 2 ഗോളുകൾ പിറക്കുന്നു. 75-ാമത്തെ മിനിറ്റിൽ മെറീനയുടെ ഗോൾ കൂടി വരുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പതനം പൂർത്തിയായിരുന്നു. ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ തകർപ്പൻ വിജയം ക്വാർട്ടർ ഫൈനൽ ആദ്യ ഭാഗത്തിൽ നേടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് സെമി ഫൈനലിലേക്ക് ആഴ്സണൽ ഒരു കാലെടുത്ത് വെച്ചു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ബെർണാബുവിൽ വിസ്മയങ്ങൾ സംഭവിക്കണം. ബെർണാബു ആണ്, റയലാണ്, വിസ്മയങ്ങൾ സംഭവിക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഹ്യൂജ് അഡ്വാൻറ്റേജ് ആഴ്സണലിന് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.